പലപ്പോഴും ഇന്ത്യയിലെ കോടതികൾ വളരെ മാതൃകാപരമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മുടെ ജുഡീഷ്യറിക്ക് അഭിമാനാർഹമായ അവകാശപ്പെടാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇതാ ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ പട്യാല കോടതിയിൽ നിന്ന് അത്തരമൊരു വിധി വന്നിരിക്കുകയാണ്. ഒരു ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി രാജ്യവിരുദ്ധരുടെ, രാജ്യദ്രോഹികളുടെ മുഖത്ത് കനത്ത അടി കൊടുത്തിരിക്കുന്നത്. അതായത് ഡൽഹിയിൽ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധമുയർത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഇത് ജന്തർ മന്ദറിലും ഇന്ത്യ ഗേറ്റിന് മുന്നിലുമൊക്കെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുപോലെയുള്ള പരിസ്ഥിതി സംഘടനകൾ പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ പോലെയുള്ളവ പ്രക്ഷോഭം നടത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. നമുക്കതിലൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിക്കാനെന്ന മട്ടിൽ ഇന്ത്യ ഗേറ്റിൽ വന്നിട്ട് നടത്തിയത് ഒരു മാവോയിസ്റ്റ് അനുകൂല പ്രതിഷേധവും പ്രക്ഷോഭവുമാണ്. നമുക്കറിയാം, മാഡ്വി ഹിറ്റ്മ എന്ന കൊടും ഭീകരൻ, മാവോയിസ്റ്റ് ഭീകരൻ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു. ഈ ഹിറ്റ്മയെ അനുകൂലിച്ചുകൊണ്ട്, ഹിറ്റ്മയുടെ ഈ വധത്തിൽ സുരക്ഷാ സേനയുമായിട്ട് ഏറ്റുമുട്ടി വധിക്കപ്പെട്ട ഹിറ്റ്മയ്ക്ക് വേണ്ടി ആ ഹിറ്റ്മയെ അനുകൂലിച്ചുകൊണ്ട്, മാവോയിസത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. പോലീസ് എത്തി അവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. പോലീസിന് അവർ കൊടുത്ത അപേക്ഷയിൽ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്, അറിയിച്ചിരുന്നത്. പക്ഷേ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് 22 വിദ്യാർത്ഥികൾ അവിടെ ഈ കൊടും മാവോയിസ്റ്റ് ഭീകരൻ ഹിറ്റ്മയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയത്, വലിയ വായിൽ നിലവിളിച്ചത്. മാത്രമല്ല, ഇന്ത്യ ഗേറ്റ് തല്ലി തകർക്കാൻ വരെ ഒരു വേള ശ്രമമുണ്ടായി. പോലീസ് വളരെ ശക്തമായി നിലപാടെടുത്തു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പോലീസിന് നേരെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു. പോലീസിൻ്റെ മുഖത്തേക്ക് കുരുമുളക് പെപ്പർ സ്പ്രേ നടത്തുകയായിരുന്നു അവർ. പക്ഷേ പോലീസ് വിട്ടില്ല. 22 പേരെയും അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോടതി അവർക്ക് 3 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് നിർദ്ദേശിച്ചത്. കാരണം കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഇവരുടെ പുറകിൽ ആരൊക്കെയാണ്, ഇവർ എവിടെയാണ് ഇത് ആസൂത്രണം ചെയ്തത്, ഈ ഹിറ്റ്മയുമായിട്ട് അല്ലെങ്കിൽ ഹിറ്റ്മയുടെ മാവോയിസ്റ്റ് സംഘടനയുമായിട്ട് എന്താണ് ഇവർക്ക് ബന്ധം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണം എന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ജുഡീഷ്യൽ കസ്റ്റഡി അനുവദിച്ചു. ഈ വിദ്യാർത്ഥികൾ ജാമ്യ ഹർജിയുമായിട്ട് പട്യാല കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കോടതി നിഷ്കരുണം ആ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞു. കോടതി ചൂണ്ടിക്കാട്ടി, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് വരുന്നവർക്ക് ജാമ്യം നൽകാൻ സാധിക്കില്ല, അത് ഇവിടെ നടപ്പില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്തായാലും പോലീസിൻ്റെ ഇടക്കാല റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ട് ഒക്കെ വളരെ കൃത്യമാണ്. അതിനകത്ത് ഈ വിദ്യാർത്ഥികൾ ചെയ്ത കൊള്ളരുതായ്മ എന്താണ് എന്ന് അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകളും അവിടെ ആ പ്രക്ഷോഭത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പോലീസിനെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടില്ല എന്ന് തീർച്ചയാണ്. ഇവരെ സത്യത്തിൽ വിദ്യാർത്ഥികൾ എന്നല്ല വിളിക്കേണ്ടത്, മാവോയിസ്റ്റ് ഭീകരർ എന്നാണ് ഇവരെ വിളിക്കേണ്ടത്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഭ്യമായ വാർത്തകൾ അനുസരിച്ച് ഡൽഹിയിലെ പല സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്നവരാണ് ഇവർ, അർബൻ നക്സലുകളാണ് ഇവർ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോക്കൂ, 2010 76 CRPF ജവാന്മാരെ നിർദാക്ഷണ്യം വെടിവെച്ച് കൊന്ന സംഘത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ മാഡ്വി ഹിറ്റ്മ. ആ മാഡ്വി ഹിറ്റ്മയെ അനുകൂലിച്ചുകൊണ്ട്, ആ ഹിറ്റ്മയുടെ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർക്ക് ജനിച്ച മണ്ണിനോടും നമ്മുടെ നാടിനോടും ഇവിടുത്തെ സർക്കാരിനോടുമൊക്കെ എത്ര കൂറുണ്ട് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. രാജ്യം മുഴുവനും ഈ ഹിറ്റ്മയുടെ വധത്തിൽ ആഹ്ലാദവും അഭിനന്ദനവും രേഖപ്പെടുത്തുമ്പോൾ ഈ കൊടും ഭീകരന് വേണ്ടി വാദിക്കാൻ ഇങ്ങനെയും ചില അഞ്ചാം പത്തികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യമാണ്.
എന്തായാലും ഒരു കാര്യമുണ്ട്, പട്യാല കോടതി വളരെ കൃത്യമായ നിലപാടെടുത്തു. ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അത് അംഗീകരിക്കില്ല, അത് അനുവദിക്കില്ല, അത് വച്ചുപൊറുപ്പിക്കില്ല എന്ന ഒരു നിലപാടിലേക്കാണ് അന്വേഷണ സംഘവും കോടതിയും ഒക്കെ എത്തി നിൽക്കുന്നത്. അതായത് ഈ ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ ആ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യദ്രോഹം നടത്താം, എന്ത് വൃത്തികേടും ചെയ്യാം, നിയമം ദുരുപയോഗം ചെയ്യാം. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഈ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതിൻ്റെ എല്ലാം മറപിടിച്ച് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തും ചെയ്യാം എന്ന് വിദ്യാർത്ഥികൾ കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വേഷം ധരിച്ചവർ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു വിധിയിലൂടെ. നിങ്ങൾ പരിസ്ഥിതി പ്രശ്നം ഉയർത്തി വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ വന്നാൽ അതിനെക്കുറിച്ചായിരിക്കണം പ്രതിഷേധം, അല്ലാതെ അതിൻ്റെ പേരിൽ സുരക്ഷാ സേന വധിച്ച കൊടും മാവോയിസ്റ്റ് ഭീകരനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ നടത്തരുത് എന്ന് ഒരിക്കൽ കൂടി പറയാതെ പറഞ്ഞിരിക്കുകയാണ് കോടതി. ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വളരെ വ്യക്തമാണ്. അറസ്റ്റിലായത് 22 പേരാണ്. അതിൽ 17 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജാമ്യ ഹർജിയുമായിട്ട് വന്നത്. അത് ഇവിടെ കൃത്യമായി പൊളിച്ചടുക്കപ്പെട്ടിരിക്കുന്നു. കോടതിയുടെ നിലപാട് സ്വാഗതാർഹം എന്നേ പറയാനുള്ളൂ.